1942 ബ്രിട്ടീഷ് ഫോറസ്റ്റ് റേഞ്ചറായ HK മധുവാൽ കണ്ട വിചിത്രമായ കാഴ്ചയാണ് ഇന്നും ലോകത്തിനു മുന്നിൽ ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 16,500 അടി ഉയരത്തിൽ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം എന്തുകൊണ്ട് അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്നു? ഹിമാലയൻ മേഖലയിലെ മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിലുള്ള അസ്ഥികൂടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തടാകമാണ് രൂപ്കുണ്ട് തടാകം അഥവാ അസ്ഥികൂട തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരകളിൽ ഒന്നാണ് ഇവ. ഒരു തടാകവും അതിന്റെ ചുറ്റുപാടും അസ്ഥികൂടങ്ങളാൽ മൂടിക്കിടക്കുന്ന കാഴ്ച HK മധുവാലാണ് ആദ്യമായി ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത്. വേനൽക്കാലത്ത് മഞ്ഞുരുകുമ്പോഴെല്ലാം ഇവ കൂടുതൽ പ്രകടമാകുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിരുന്ന ജപ്പാൻ ഭടന്മാരാണ് എന്നതായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ 2019 39 അസ്ഥികൂടങ്ങളിൽ കാർബൺ ഡേറ്റഡ് അനാലിസിസും കൂടാതെ DNA അനാലിസിസും കൂടി നടത്തി. റിസൾട്ട് ഇങ്ങനെയായിരുന്നു. അവയൊന്നും 1940കളിലേതല്ല, മറിച്ച് ചുരുക്കം 1000 വർഷം പഴക്കമുള്ളവയാണ്. അസ്ഥികൂടങ്ങൾ 600 മുതൽ 1000 വരെയും ഉണ്ടാകാമെന്നും അവർ വ്യക്തമാക്കി. ജനിതകപരമായി വേറിട്ട് നിൽക്കുന്ന 2 ഗ്രൂപ്പുകളാണ് അവിടെ നിന്ന് ലഭിച്ചത്. എന്നുവെച്ചാൽ കാലങ്ങളാലോ സ്ഥലങ്ങളാലോ വ്യത്യസ്തമായ 2 കൂട്ടം ആൾക്കാർ. ഇവയിൽ ഇന്ത്യക്കാരും ഗ്രീസ് മെഡിറ്ററേനിയൻകാരുമുണ്ട്. എന്നാൽ ഇവയിലൊന്നുപോലും കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. 35 മുതൽ 40 വരെ പ്രായമുള്ളവരാണ് എല്ലാവരും. CE 9 മുതൽ 19 നൂറ്റാണ്ടുകൾക്കിടയിലായിരിക്കണം ഇവർ ജീവിച്ചിരുന്നത്. തലയ്ക്കു പിന്നിലേറ്റ ശക്തമായ പ്രഹരമാണ് മരണകാരണമെന്നത് വ്യക്തമാണ്. തലയോട്ടികൾ 2ആയും 3ആയും പൊട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. എന്നിരുന്നാലും ഇത്തരം ഗുരുതരമായ പരിക്കുകൾക്കിടയാകാവുന്ന ആയുധങ്ങളോ യുദ്ധമാണെന്ന് തെളിയിക്കാൻ യുദ്ധലക്ഷണങ്ങളോ സ്ഥലത്തില്ലായിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി പല തിയറികളുമുണ്ട്. അതിലൊന്ന്, വളരെ അപ്രതീക്ഷിതമായി പെയ്ത ശക്തമായ ആലിപ്പഴമാകാം സന്യാസിമാരുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം. തലയോട്ടികളുടെ പൊട്ടലനുസരിച്ച് ഏകദേശം ആലിപ്പഴങ്ങൾക്ക് ബേസ്ബോൾ സൈസോളം വരും. അല്ലെങ്കിൽ ഈ പർവ്വത നിരകളെ കാത്തുരക്ഷിക്കുന്ന പാർവതി ദേവിയുടെ രൂപസങ്കല്പമായ നന്ദാദേവി കനൗജിലെ രാജാവിനും കുടുംബത്തിനും ഭടന്മാർക്കും കൂട്ടാളികൾക്കും കൊടുത്ത ശക്തമായ ആലിപ്പഴശാപമാകാമെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. ആരായിരിക്കും ഇവർ? തീർത്തും 2 കാലഘട്ടത്തും 2 സ്ഥലങ്ങളിലുമായി ജീവിച്ചവർ എന്തുകൊണ്ട് ഇവിടെ വന്നു മരിച്ചു? ശാസ്ത്രം വളർന്നു, സാങ്കേതിക വിദ്യ പുരോഗമിച്ചു, എന്നിട്ടും രൂപ്കുണ്ട് തടാകം ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുന്നു.